5 മിനിറ്റ് കാണാനും കേൾക്കാനും തയ്യാറാണ് 5000 ജനങ്ങളും 600 വിദ്യാർത്ഥികളും സ്വന്തം ജീവൻ പണയം വെച്ചിട്ടാണ് പഠിക്കാനും ജോലികൾക്കും പല ആവശ്യങ്ങൾക്കും പോകുന്നത്. ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ വർഷങ്ങളോളമായി പാലത്തിന് അപേക്ഷിക്കുന്നു. ജനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും ഒന്ന് പറയാനുള്ളതൊന്ന് കേട്ടിട്ട് നമ്മളുടെ CM സാറെ ഒന്ന് മെൻഷൻ ചെയ്യും. ഒരു ചാനലോ പത്രമോ ഈ ഭൂദാനത്തേക്ക് വരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ തന്നെ മുന്നിട്ട് ഇറങ്ങിയത്. ഞങ്ങള് സ്കൂളിൽ പോകുമ്പോ തന്നെ രാവിലെ 4-5 കിലോമീറ്ററാണ് ചുറ്റി പോവാം. എന്നാൽ തന്നെ ബസ്സാരൊന്നും കയറ്റില്ല. ബസ്സിൽ തന്നെ ഫുൾ ആൾക്കാരേക്കാരം. നേരം വൈകും സ്കൂളിൽ പോകുമ്പോ തന്നെ. സ്കൂളിട്ട് ഇതിലെ തിരിച്ചു പോകുമ്പോ നീന്തി കടന്നാണ് പോണത്. ഞങ്ങക്ക് ഭയങ്കര റിസ്ക് ആണ് പോവാന്. മഴ വെള്ളം കൂടി ഞങ്ങക്ക് പോവാനൊന്നും കഴിയൂല. പിന്നെ ആകെ എതിയാടാൻ പോവാന് അപ്പൊ അതൊക്കെ ഉണ്ടേനി. അപ്പൊ വെള്ളം വന്നോണ്ടൊക്കെ പോയി. പിന്നെ പാലം കുറെ വരും പറഞ്ഞിനി. പക്ഷെ അതൊന്നും വന്നിട്ടില്ല. സർക്കാർ കാണുന്നുണ്ടോന്നൊന്നും അറിയണില്ല. ഞങ്ങളീ നാട്ടില് 600ഓളം വിദ്യാർത്ഥികളുണ്ട്. അതേപോലെ 5000 ജനസംഖ്യകളുണ്ട്. അപ്പോൾ ഓൾക്കൊക്കെ ഇത് കൂടെയാണ് പോകാൻ പെട്ടെന്ന് സുഖം. അല്ലെങ്കിൽ 5-6 കിലോമീറ്റർ ചുറ്റി കറങ്ങിയാൽ പോകണം. അപ്പം ഇതിന്റെ ബില്ല് പാസ്സാക്കാന്ന് പറയുന്നുണ്ട്. അല്ലാതെ ഈ ബില്ല് പാസ്സാണില്ല. സർക്കാർ എത്രയും പെട്ടെന്ന് ശരിയാക്കാൻ നോക്കണം. എളുപ്പമായി ഇത് കൂടെയാണ്. ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് സുഖമാണ് എന്തെങ്കിലും അത്യാവശ്യത്തിനൊക്കെ പോകണമെങ്കിൽ. അല്ലാതെ എന്തെങ്കിലും ഹോസ്പിറ്റൽ കേസൊക്കെ ഉണ്ടെങ്കിൽ 4-5 കിലോമീറ്റർ ചുറ്റി കറങ്ങി പോകണം. അപ്പോൾ ഏറ്റവും സുഖം ഞങ്ങൾക്ക് ഇത് കൂടെയാണ്. നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് എന്താണ് പറയാല്ലേ? ഇവിടെ ഞങ്ങൾക്ക് നിർബന്ധമായിട്ട് ഒരു നടന്നു പോകാൻ കിട്ടിയത്. ഞങ്ങൾക്ക് നടന്നു പോകാൻ കിട്ടിയ ചെറിയ പാലം അത് മതി. ഇനിയിപ്പോ ഓട്ടോറിക്ഷ കിട്ടുകയാണെങ്കിൽ അത്ര ഉപകാരമായി. ഞങ്ങൾക്ക് ഓട്ടോറിക്ഷ കിട്ടിയ കാറൊന്നും പോകണമെന്നില്ല. ഇല്ല നടന്നു പോവാം. നമ്മളെ കരളായി ഒരു ഇതില്ലേ, അതിന് നേരെ താഴെ കണ്ടോ ചെറുപാലം, ഞാൻ കൂടി പോയിട്ടുണ്ട്. അത് കിട്ടിയാൽ മതി. അത് കിട്ടിയാൽ മതി. വേറെ അതിൽ കൂടുതലൊന്നും ആഗ്രഹിക്കുന്നില്ല. ചെറിയൊരു പാലം. ഇപ്പൊ ഇതിനെ കുറിച്ച് ഇപ്പൊ അവിടെ നിന്ന് ഇറങ്ങിട്ട് വന്നേ തോർത്തയച്ചിട്ട് നേരെ പോവാലോ. ശരിയാ ശരി. അത് ഈ കുട്ടികളൊക്കെ നനഞ്ഞാ പോവാ. ബുക്കും കാര്യങ്ങളൊക്കെ തന്നെ അവര് പറഞ്ഞു തന്നെയാണോ. അപ്പം നമ്മള് ഇത് മാക്സിമം ആൾക്കാർക്ക് നമ്മൾ എത്തിക്കാം. ഇനി അധികാരികൾ എന്താ ചെയ്യണമെന്ന് വരുന്നവര് പറയും ഇതാ പാസ്സായി ഇതാ വന്നു പറയും. പക്ഷെ ഒരു വർഷങ്ങളായി അല്ലേ. ഞാൻ പോകണ്ട 40 കൊല്ലം. ആ 40 കൊല്ലം കേൾക്കണാണ്. 40 കൊല്ലമായിട്ട് തന്നെ കേൾക്കണം. നിങ്ങൾ കേൾക്കണം. ദൈവത്തിന്റെ സ്വന്തം നാട് നമ്മളെ നാട്ടിലാണ് ഇത് നടക്കുന്നത്. 40 കൊല്ലമായിട്ട് നിങ്ങൾ കേൾക്കണത്. ഇത് എല്ലായിടത്തേക്കും എത്തിച്ചണം. മനസ്സുകൊണ്ട് കേട്ട് കൈകൊണ്ട് പ്രവർത്തിക്കുന്ന ആൾക്കാരാണ് ഇപ്പൊ അധികാരത്തിലുള്ളതാണ് എല്ലാരും പറയേണ്ടത്. അത് സത്യമാണെങ്കിൽ ഇത് പ്രവർത്തിച്ച് കാണിച്ചു നിങ്ങള്. ഇതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. എന്തിക്കാ അല്ലേ? അപ്പൊ എല്ലാവരും ഇത് മെൻഷൻ ചെയ്യാം. നമ്മളെ CM-നെ പറഞ്ഞതെല്ലാം നിങ്ങൾ കേട്ടതാണ്. ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് അറിയപ്പെടുന്ന നമ്മളെ നാട്ടിലാണ് ഈ പ്രശ്നം. അപ്പോൾ നിങ്ങൾ കാണുന്ന ആൾക്കാര്, അതായത് നമ്മളെ സ്വന്തം നാട്ടിലാണ് ഇത് നടക്കുന്നത്. ഇത്രയും വിദ്യാർത്ഥികൾ, 600ഓളം വിദ്യാർത്ഥികൾ ഇവിടെ ഉണ്ട്. 1500 കുടുംബങ്ങളുണ്ട്. 5000 ജനസംഖ്യ ഉണ്ട്. ഇതുപോലത്തെ ഏകപാതയിൽ 5 കിലോമീറ്റർ ചുറ്റുവളഞ്ഞ് പോകണം. ഒരു എമർജൻസി ആയിട്ട് ഇതിലെ പെട്ടെന്ന് പോകാൻ ഈ ഒരു മാർഗമുള്ളൂ. അപ്പോൾ നിങ്ങൾ മാക്സിമം ഇത് എല്ലാവർക്കും എത്തിക്കുക. മാക്സിമം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ CM-ന് ഇതിനകത്ത് മെൻഷൻ ചെയ്യുക. സംഭവം ഇതിന്റെ ടോക്കണൊക്കെ കൊടുത്തിക്കണേ. എനിക്ക് അറിയാൻ പറ്റിയത് ഇതിന്റെ ബില്ല് പാസ്സായിട്ടില്ല എന്നാണ്. ഒരുപാട് കാലങ്ങളായിട്ട് ഇങ്ങനെ കിടക്കാണ്. പിന്നെ ഈ ഒരു അപകടം, ഇതുപോലത്തെ ഒരുപാട് ന്യൂസുകൾ നമ്മൾ കാണില്ലേ. ഇനിയൊരു ന്യൂസ് വരാതിരിക്കാനും ഈ ജനങ്ങൾക്ക് ഈ ഒരു പാലം, ചെറിയ പാലം, ഇപ്പൊ ഒരു ഉദാഹരണം കാണുകയാണെങ്കിൽ ഇവർ ആവശ്യപ്പെട്ട ഒരു പാലമുണ്ട്. നമ്മളെ കരുളായി പാലങ്കര പാലത്തിന്റെ താഴെയുള്ള ഒരു ചെറിയ പാലുണ്ട്. അതുപോലെ ഒരു ചെറിയ പാലാണ് ഇവർ ആവശ്യപ്പെടുന്നത്. അപ്പൊ ഇതൊന്ന് മാക്സിമം നമ്മളെ CM-നെ ഒന്ന് മെൻഷൻ ചെയ്യുക എല്ലാവരും. എനിക്കിതിൽ ലൈക്കോ അല്ലെങ്കിൽ ഫോളോവേഴ്സോ എനിക്ക് വേണ്ട. എനിക്കിതിൽ കമന്റ് ഷെയർ മാത്രം മതി. ഞാൻ വീണ്ടും പറയണം, എനിക്കിത് ലൈക്കും ഫോളോവേഴ്സും എനിക്ക് വേണ്ട. നിങ്ങൾ കമന്റ് മാത്രം ഇട്ടാൽ മതി, ഷെയറും. ഇത് രണ്ടും മാത്രം നിങ്ങൾ ചെയ്താൽ മതി. ഇത് എൻ്റെ നാടാണ്. എൻ്റെ നാടിന്റെ തൊട്ടടുത്തുള്ള വിദ്യാർത്ഥികളാണ്. നമ്മൾ ഭാവി തലമുറകളാണ് ഇവര്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക ഇതിന്റെ ഗൗരവം എത്രയാണ്.